ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ബഷീർ എന്ന വലിയ ഒന്ന് എന്ന കവിത പരിചയപ്പെടാം. അവശൻ കക്കാടിൻ്റെ ദീനശൈലെന്നാൾ അവിടന്നിരിക്കെ ഞാൻ അർത്ഥിച്ചേൻ. പേരക്കുട്ടി ഇവൻ ഈശ്വര സത്യ, ജ്ഞാനി സൂഫിയാം താങ്കൾ. ഇവളെ നിറുകയിൽ തൊട്ടനുഗ്രഹിച്ചാലും കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ താങ്കളൻ കിടാവിനെ എടുത്തു മടിയിൽ ചേർത്തിരുത്തി. വികൃതികൾ ഉരച്ചും കളിചിരിയുതിർത്തും രണ്ടാം ബാല്യം ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ ഞാൻ ചൊന്നൻ പൈതൽ മുണ്ടിന്മേലഴുക്കാക്കാം കരുതിയിരിക്കുക. ഉറക്കെ ചിരിച്ചുകൊണ്ടങ്ങതൻ മറുപടി മിടുക്കത്തി എന്മയിൽ തളിച്ചോളട്ടെ തീർത്ഥം. ഒന്നോടൊന്നു ചേരുമ്പോൾ രണ്ടാകുമെന്നേ ന്യായം. ഹിന്ദുവും മുസൽമാനും ആചരിപ്പതീ ദ്വൈതം. ഉണ്മയുണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും. താങ്കളൊരുമയി അദ്വൈതത്താൽ പുഴയും ചേർന്നാൽ ആനന്ദ കടലാകും. കലയങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കവിതയാണ് ഇത്. ബഷീർ എന്ന വലിയ ഒന്ന്, ഇത് സത്യത്തിലൊരു ഓർമ്മ ചിത്രമാണ് അല്ലേ? മലയാളികൾക്ക് ബഷീർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഓർമ്മയുടെ വലിയ ഒരു ചിത്രം തന്നെയാണ്. രോഗശയ്യയിൽ കിടക്കുന്ന NN കക്കാടിനെ സന്ദർശിക്കാനായിട്ട് എത്തിയതായിരുന്നു ആര്? നമ്മുടെ ബഷീറും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും. ഈ സന്ദർശന വേളയിൽ എന്തു പറ്റുന്നു? തൻ്റെ പേരക്കുട്ടിയെ ഈശ്വര തത്വജ്ഞാനിയും അതുപോലെ തന്നെ സൂഫിയും ഒക്കെ ആയ ആരാണ്? ബഷീർ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചാലും എന്ന് ആര് പറയുകയാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനോട് അഭ്യർത്ഥിക്കുകയാണ്. കുഴി ആനയിൽ ആടിൽ സർവചരാചരങ്ങളിലും സ്നേഹപ്പൊരുൾ തേടിയ കൈകൊണ്ട്, ആരുടെ? ബഷീറിൻ്റെ ആ ഭാവനമായിട്ടുള്ള മനോഹരമായ ആ കൈകൊണ്ട് എന്ത് ചെയ്യണം? തൻ്റെ കിടാവിനെ ആശീർവദിക്കണമെന്ന് കവി എന്ത് ചെയ്യുകയാണ്? ബഷീറിനോട് പറയുകയാണ്. വികൃതികളും കളിതമാശകളും പറഞ്ഞ് ബഷീർ കുഞ്ഞിനെ മടിയിലിരുത്തി. ഈ സന്ദർഭത്തിൽ എന്താണ്? തൻ്റെ രണ്ടാം വാല്യം അനുഭവിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ബഷീർ പറയുകയാണ്. പൈതൽ മുണ്ടിൽ അഴുക്കാക്കും കരുതിയിരിക്കുക എന്ന് നമ്മുടെ നമ്പൂതിരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുമ്പോൾ മിടുക്കത്തിയായ ഇവൾ എൻ്റെ ശരീരത്തിൽ തീർത്ഥം തളിച്ചോട്ടെ എന്നായിരുന്നു നമ്മുടെ ബഷീറിൻ്റെ മറുപടി. ബഷീറിൻ്റെ തനതു ഭാഷയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുമാണ് തുടർന്ന് കവി നമ്മോട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നിനോട് ഒന്ന് ചേരുമ്പോൾ രണ്ടാകും. അതായത് ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത് ഈ ദ്വൈതമാണ് അല്ലേ? അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസത്തിൻ്റെ പേരിൽ മനുഷ്യർ രണ്ടായി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു സത്യവും മറ്റൊരു സത്യവും ചേരുമ്പോൾ വലിയൊരു സത്യമുണ്ടാകും പോലെ ഒന്നും ചേർന്നാൽ രണ്ടല്ല. പിന്നെ എന്താണ് നമ്മുടെ ബഷീർ പറയുന്നത്? ഇമ്മിണി വലിയ ഒന്നായിത്തീരും എന്ന അദ്വൈത ദർശനമാണ് ബഷീർ നമുക്ക് പകർന്നു നൽകുന്നത്. പുഴയും ചേർന്ന് വലിയ കടലാകും പോലെ ജീവിത ദർശനവും നർമ്മവും ഒത്തുചേർന്ന ആനന്ദ കടലാണ് ബഷീറിൻ്റെ കല എന്ന് പറയുന്നത്. ആ കല എന്താണ് ഇവിടെ? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നർമ്മമായിട്ട് ഇവിടെ എന്താണ്? തിളങ്ങുകയാണ്. അപ്പം എന്താണ്? ബഷീർ എന്ന വലിയ ഒന്ന് എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മളിവിടെ കണ്ടത്. വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ മണ്ണിലുറങ്ങുന്നു സാഹിതീയജ്ഞാചാര്യൻ.